ഹലോ, നമുക്കൊന്ന് നോക്കാൻ പോകുന്നത് ഒരു 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ്. ഒന്നാമത് നമുക്ക് 8 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ബൊലേനോ എടുക്കാം, പിന്നെ സ്വിഫ്റ്റ് എടുക്കാം, ബൊലേനോ സ്വിഫ്റ്റ്, അതുപോലെ തന്നെ ഫ്രോങ്സ് എടുക്കാം, പിന്നെ ടിയാഗോ ഉണ്ട്, അതുപോലെ തന്നെ i20 ഉണ്ട്. അപ്പോൾ ഇത്രയും വണ്ടികളാണ് എൻ്റെ മനസ്സിലിപ്പോൾ കിട്ടിയത്. അത് എന്തൊരു ചോയ്സ്. പിന്നെ ഡിസയറും എടുക്കാം, നമുക്ക് സ്വിഫ്റ്റ് ഡിസയർ എടുക്കാം. ഹാച്ച് ബാക്ക് നോക്കുമ്പോൾ സ്വിഫ്റ്റ്, ബൊലേനോ, ഫ്രോങ്സ്. ഇതിലെൻ്റെ ചോയ്സ് ചോദിച്ചാൽ ഞാൻ പറയും ബൊലേനോ എടുക്കാം, അല്ലെങ്കിൽ ഫ്രോങ്സ് എടുക്കാം. ഫ്രോങ്സിന് ലുക്ക് ഇഷ്ടമാണെങ്കിൽ ഫ്രോങ്സ് എടുക്കാം, അല്ലെങ്കിൽ ബൊലേനോ എടുത്താൽ മതി. സ്വിഫ്റ്റ് ആകുമ്പോൾ 3 സിലിണ്ടറാണ്, അപ്പോൾ അതിൻ്റെ റിഫൈൻമെൻറ്റ് എല്ലാം കുറവായിരിക്കും കുറച്ച്. അപ്പോൾ എഞ്ചിന് പവറും കാര്യങ്ങളും കുറച്ച് കൂടുതൽ ബൊലേനോയ്ക്കായിരിക്കും. ബൊലേനോയുടെ സെയിം എഞ്ചിൻ തന്നെയാണ് ഫ്രോങ്സിനും വരുന്നത്. പിന്നെ ടൊയോട്ടയുടെ ഉണ്ട് ഫ്രോങ്സിൻ്റെ അതേ വണ്ടി, ടൈസറോ അങ്ങനെ പേര് വന്നു. അപ്പോൾ അത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മാരുതി എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് സർവീസ് സെൻറ്റർ എല്ലാം ഒരുപാടുണ്ട്. പിന്നെ വീടിൻ്റെ അടുത്ത് സർവീസ് സെൻറ്റർ ഇപ്പോൾ ടൊയോട്ട ആണെങ്കിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ മാരുതി എടുക്കാം. കാരണം ഒരുപാട് സർവീസ് സെൻറ്റർ കേരളത്തിലും ഇന്ത്യയിലും ഒരുപാട് സർവീസ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ സർവീസ് ചെയ്യാം. ഇനി ഒരു വണ്ടി നിർത്തി പോകാമെന്ന് വിചാരിക്കുക, ഏതെങ്കിലും മാരുതിയുടെ വണ്ടി നിർത്തി പോവുകയാണ്. അങ്ങനെ നിർത്തി പോയി കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് പാർട്സ് കമ്പനി തരും. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ കിട്ടാതെയാകുമ്പോൾ മാരുതിയുടെ സർവീസ് സെൻറ്റർ ഒരുപാട് സ്ഥലത്തുള്ളതുകൊണ്ട് ഈ സർവീസ് സെൻറ്ററിൽ ഏതെങ്കിലും സർവീസ് സെൻറ്ററിൽ എന്തുണ്ടാവും, ഇത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും പാർട്സൊക്കെ കുറേ കാലം കഴിഞ്ഞാലും വണ്ടി നിർത്തിപ്പോയാലും കിട്ടും. അപ്പോൾ അതൊരു ഉപകാരമാണ്. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ബൊലേനോ അല്ലെങ്കിൽ ഫ്രോങ്സ്. ബൊലേനോ എടുത്താൽ മതി. ഫ്രോങ്സിനെക്കാട്ടിലും കുറച്ച് പൈസ 60,000 രൂപയൊക്കെ ഏകദേശം കുറവുണ്ട് തോന്നുന്നു ഫ്രോങ്സിന് അല്ല ഫ്രോങ്സിനെക്കാട്ടിലും. അപ്പോൾ ഈ ബൊലേനോ എടുത്താലും മതിയാവും. നല്ല വണ്ടിയാണ്, അത്യാവശ്യം യാത്രാ സുഖമുണ്ട്, പവറുണ്ട്, സ്പേസ് ഉണ്ട്, മൈലേജ് ഉണ്ട്, നല്ലൊരു വണ്ടിയാണ്. പിന്നെ 5 സ്റ്റാർ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഡിസയർ എടുക്കാം. അതാകുമ്പോൾ 3 സിലിണ്ടർ എഞ്ചിൻ ആവുന്നേ ഉള്ളൂ. പക്ഷേ 5 സ്റ്റാറിൻ്റെ സുരക്ഷയൊക്കെ നമുക്ക് മനസ്സിന് സമാധാനം നൽകും. വേണമെങ്കിൽ അതാക്കാം. മൈലേജ് കുറച്ച് കൂടും, ചെറിയൊരു വൈബ്രേഷനൊക്കെ ഉണ്ടാവുള്ളൂ, വളരെ ചെറിയൊരു വൈബ്രേഷൻ അങ്ങനെയൊക്കെ ഉള്ളൂ. അത് എപ്പോഴൊന്നും ഉണ്ടാവില്ല, ചെറിയൊരു വൈബ്രേഷൻ പോലെയൊക്കെ ഉണ്ടാവുള്ളൂ 3 സിലിണ്ടർ ആയതുകൊണ്ട്. കുറച്ചും കൂടെ സ്മൂത്ത് ഉള്ള വണ്ടി വേണമെങ്കിൽ ബൊലേനോ എടുക്കാം. ഓക്കെ, ഇത് 8 ലക്ഷം രൂപയുടെ താഴെയുള്ള ചെറിയ വണ്ടി, പെട്രോൾ വണ്ടി ഉള്ളത്.